ഇത് വല്ലാത്ത കഷ്ടമല്ലോ. അല്ലെങ്കിൽ തന്നെ അരുണിന്റെ കുറെ കാലമായിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടൂടാ. ഞാൻ പറഞ്ഞിട്ടില്ലേ ആ അശ്വതി, അവള് അരുണിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വന്നു കയറിയതാ എനിക്ക് പ്രശ്നമായത്. ഇത് ഐശ്വര്യയുടെ കഴിവുകേടാന്നേ ഞാൻ പറയൂ. ആ അശ്വതിയുടെ കാര്യം ഐശ്വര്യ പണ്ടേ പരിഹരിക്കണമായിരുന്നു. മായയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഞാൻ അവളെയും മോളെയും ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കാൻ പല പ്രാവശ്യം നോക്കിയതാ. ശ്രീകുട്ടിയെ നാടോടികൾക്ക് പിടിച്ചു കൊടുത്തു. എന്നിട്ടും ആ ശ്യാമ ആ കൊച്ചിനെ എവിടുന്നോ തിരിച്ചു പിടിച്ചോണ്ട് വന്നു. സത്യത്തിൽ ഈ ശ്യാമ ഐശ്വര്യയുടെ ജീവിതം തകർത്തിട്ടേ പോകൂ അല്ലേ? അവളും ആക്കിയ അശ്വതിക്കും അരുണും വീണ്ടും കണ്ടുമുട്ടാനും പ്രേമം പുതുക്കാനും വേണ്ട ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. ശ്യാമയ്ക്ക് നമുക്ക് താമസിയാതെ 8ന്റെ പണി തന്നെ കൊടുക്കാം. ആ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അശ്വതി, അവളുടെ കാര്യത്തിലാണ് നമ്മളിപ്പോ ഒരു തീർപ്പുണ്ടാക്കേണ്ടത്. ഇനി എന്ത് തീർപ്പുണ്ടാക്കാൻ? ഇപ്പൊ അരുൺ ഏത് നേരവും അരുൺ അവളെ ഫോൺ വിളിയും കൊഞ്ചലും ഒക്കെ. അതൊക്കെ കണ്ടും കേട്ടും ഞാൻ മടുത്തു. അത് മാത്രോ, ഞാൻ അരുണിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ മതി, അപ്പ എന്നോട് ചാടിക്കടിക്കാൻ വരും. എല്ലാം അശ്വതിയുടെ തലേണ മന്ത്രമാ. ഇങ്ങനെയാണ് അരുണിന്റെയും അശ്വതിയുടെയും പോക്കെങ്കിൽ ഇനി താമസിയാതെ ഐശ്വര്യക്ക് ഒരു വാർത്ത കൂടി കേൾക്കാം. അശ്വതി വീണ്ടും അരുണിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു. സത്യത്തിൽ ഇനി അതാ സംഭവിക്കാൻ പോകുന്നത്. ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഐശ്വര്യ ഇനി എന്തൊക്കെ ചെയ്താലും അരുണിനെ നിയന്ത്രിക്കാനാവില്ല. ആണുങ്ങളുടെ സ്വഭാവം അതാ. അരുണിനിപ്പോ പുതിയ മേച്ചിൽപ്പുറം കിട്ടി. അപ്പൊ പഴയ ഭാര്യയായ നിന്നെ മടുത്തു തുടങ്ങി. മടുത്തു തുടങ്ങിയെന്നല്ല, മടുത്തു, വെറുത്തു. നിന്നെ ഇപ്പൊ കാണുന്നത് തന്നെ അരുണിന് വെറുപ്പാ. ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. അരുൺ വീണ്ടും നിന്റേത് മാത്രമായിട്ട് തീരണം. അതേ മായ, മായ എന്റെ മനസ്സ് വായിച്ചതുപോലെയാ എല്ലാം പറഞ്ഞത്. അതിന് അരുൺ എന്റേത് മാത്രമാകാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ എന്തിനാ മടിച്ചു നിൽക്കുന്നേ? ആരെയാ ഭയക്കുന്നത് ഐശ്വര്യയെ? അരുൺ ആ അശ്വതിയെ കാണാൻ പോകുന്ന തക്കം നോക്കി നീയും നേരെ ആ അശ്വതിയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ല്. ദേ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. ഐശ്വര്യക്ക് അരുണിനെ അശ്വതിയുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ പിടികൂടാം. പിന്നെ ഒന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. തകർക്കണം, അവളെ നാണം കെടുത്തണം. അശ്വതി അപ്പോ ആ നിമിഷം നാടുവിടണം. അതിനു വേണ്ടത് ഐശ്വര്യ ചെയ്യ്. അതിന് വൈകിക്കരുത് ഐശ്വര്യ. തക്കം നോക്കി നിന്നോ. അരുണിന് അശ്വതിയെ കാണാതിരിക്കാൻ പറ്റില്ല. ഞാനല്ലേ പറയുന്നേ? ഏറ്റു, അത് ഞാൻ ഏറ്റു. പിന്നെ അശ്വതിയുടെ അവസാനമായിരിക്കും. അവളെ ഞാൻ പൊളിച്ചടുക്കും. ഐശ്വര്യ പറയുന്നേ.